ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ന് നടന്ന WCPO 2024 കറൻറ്റ് അഫയേഴ്സ് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് കോഡ് എ തന്നെയാണ്. കോഡ് എ നമുക്ക് നോക്കാം. 12ാമത്തെയാണ് ആദ്യത്തെ കറൻറ്റ് അഫയർസ് ചോദ്യം. 12ാമത്തെ ചോദ്യം, 2023 ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് ലഭിച്ച മെഡലുകളുടെ എണ്ണം എത്രയാണ്? 107 ആണ്. ഓപ്ഷൻ സി 107, ഓപ്ഷൻ എ 107 ആണ്. ഓക്കെ, ഇത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഈയിടെ കഴിഞ്ഞ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവറിൻ്റെ ചോദ്യമായിരുന്നു. സെയിം ചോദ്യം തന്നെയാണ് ആവർത്തിച്ച് ചോദിച്ചിരിക്കുന്നത്. അടുത്ത് നോക്കാം. 15ാമത്തെ ചോദ്യം നോക്കൂ. നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ചെയർമാൻ എന്ന് പറയുന്നത് PM തന്നെയാണ് അല്ലേ, നരേന്ദ്രമോദിയാണ്. ഓപ്ഷൻ എ നരേന്ദ്രമോദി. പിന്നീട് വന്നിരിക്കുന്നത് 22ാമത്തെ ചോദ്യമാണ്. 22ാമത്തെ ചോദ്യം നോക്കൂ. കേരള സർക്കാരിൻ്റെ നവകേരളം കർമ്മ പദ്ധതിയിൽ പെടാത്ത പദ്ധതി കണ്ടെത്തുക എന്നാണ്. ഓക്കെ, ഏതാണ്? നവകേരള സദസ്സ് വരില്ല അല്ലേ. ഓക്കെ, നവകേരള സദസ്സാണ് ആൻസർ. ലൈഫ് മിഷനും ആർദ്ര മിഷനും ഹരിത കേരള മിഷനും ഇതിൻ്റെ കീഴിൽ വരുന്നതാണ്. ഓക്കെ, അടുത്ത് നോക്കൂ. 24ാമത്തെ ചോദ്യം നോക്കൂ. 24ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്ന രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെയുള്ള പാതയ്ക്ക് അടുത്തിടെ നൽകിയ പുതിയ പേരെന്താണ്? ഓപ്ഷൻ സി കർത്തവ്യപഥ് ആണ്. കർത്തവ്യപഥ്. ഓക്കെ അല്ലേ. അടുത്ത് നോക്കൂ. 26ാമത്തെ ചോദ്യം നോക്കൂ. കേരളത്തിലെ ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്ക് നൽകുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഏതാണ്? ഓപ്ഷൻ പറഞ്ഞേ. ഓപ്ഷൻ ഡി നിരാമയ പദ്ധതി. ഓക്കെ, നിരാമയ പദ്ധതിയാണ് കേരളത്തിലെ ഭിന്നശേഷി വ്യക്തികൾക്ക് നൽകുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. ഓക്കെ, അടുത്ത ഇനി കറൻറ്റ് അഫെയർ വരുന്നത് 28ാമത്തെ ചോദ്യമാണ്. 28 നോക്കൂ. സൂര്യൻ്റെ ഉപരിതലത്തെക്കുറിച്ച് പഠിക്കുന്നതിന് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച 2013 സെപ്റ്റംബറിൽ വിജയകരമായി വിക്ഷേപിച്ച ബഹിരാകാശ പേടകം ഏതാണ്? പെട്ടെന്ന് ആൻസർ ചെയ്തേ. ഓപ്ഷൻ ബി ആദിത്യ L1 ആണ്. ആദിത്യ L1. ഓക്കെ, അടുത്ത ഇനി കറൻറ്റ് അഫെയർ വരുന്നത് 36 ആണ്. 36 ക്വസ്റ്റ്യൻ നോക്കൂ. പരമ്പരാഗത നെല്ലിനങ്ങളെ സംരക്ഷിക്കുന്നതിലൂടെ പത്മശ്രീ പുരസ്കാരത്തിന് അർഹനായ കേരള കർഷകൻ ആരാണ്? ഓപ്ഷൻ ഡി സത്യനാരായണ ബളേരിയാണ്. ഓക്കെ, പരമ്പരാഗത നെല്ലിനങ്ങളെ സംരക്ഷിക്കുന്നതിലൂടെ പത്മശ്രീ ലഭിച്ചത് സത്യനാരായണ ബളേരി. ഓക്കെ, അടുത്ത് നോക്കൂ. 40ാമത്തെ ചോദ്യം, ISROയുടെ അഭിമാന പദ്ധതിയായ ചന്ദ്രയാൻ 3ൻ്റെ സോഫ്റ്റ് ലാൻഡിംഗ് നടന്നത് എന്നാണ്? ഓഗസ്റ്റ് 23, 2023 ഓഗസ്റ്റ് 23 നമ്മൾ പഠിച്ചതാണല്ലേ. ഗസ്റ്റായിട്ട് ചന്ദ്രനിൽ ഇറങ്ങി അല്ലേ. ഓഗസ്റ്റ് 23, 2023 ഡേറ്റും ഇയറും സെയിം തന്നെയാണ്. ഓക്കെ, അടുത്ത് നോക്കൂ. 49ാമത്തെ ചോദ്യം, കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 2022 നേടിയ സമ്പർക്ക ക്രാന്തി എന്ന നോവൽ എഴുതിയത് ആരാണ്? ഷിനിലാലാണ് അല്ലേ. വി ഷിനിലാൽ. ഓപ്ഷൻ സി വി ഷിനിലാൽ. ഓക്കെ, അടുത്ത് നോക്കൂ. 50ാമത്തെ ചോദ്യം, മികച്ച മലയാള ചിത്രത്തിനുള്ള 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2023 നേടിയ ഹോം സംവിധാനം ചെയ്തത്. ഓക്കെ, ഹോം സിനിമയുടെ സംവിധായകനാണ് റോജിൻ തോമസ് ആണ്. ഓപ്ഷൻ ഡി റോജിൻ തോമസ്. ഓക്കെ അല്ലേ. അപ്പോൾ 10 ചോദ്യങ്ങളാണ് WCPOയിൽ ഇന്ന് വന്നിരിക്കുന്നത്. 10 ചോദ്യത്തിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.